Chaitra Vivag Bridal Collection by Shobhika Wedding. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ വോട്ടർ പട്ടിക പോളിംഗ് സ്റ്റേഷനുകൾ, ഉദ്യോഗസ്ഥരുടെ വിന്യാസം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ പൂർത്തിയായിട്ടുണ്ട്. ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 36,32,210 ആണ്. ഇതിൽ 18,19,198 പുരുഷന്മാരും 18,12,974 സ്ത്രീകളും 38 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. 29,796 പേർ ഭിന്നശേഷി വോട്ടർമാരും 41,962 പേർ പ്രവാസി വോട്ടർമാരുമാണ്. 1,11,463 യുവ വോട്ടർമാരും 1,831 സർവീസ് വോട്ടർമാരും ജില്ലയിലുണ്ട്. ജില്ലയിലാകെ 3,682 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. 80 വനിതാ സൗഹൃദ ബൂത്തുകളും 48 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. 3 ബൂത്തുകൾ ഭിന്നശേഷിക്കാരാണ് നിയന്ത്രിക്കുക. 15 ഇടങ്ങളിലായി 43 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5,172 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും 10,344 പോളിംഗ് ഓഫീസർമാരുമടക്കം 20,688 പോളിംഗ് ഉദ്യോഗസ്ഥരെ ആദ്യഘട്ട റാൻഡമൈസേഷൻ കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുത്തു. 29-നാണ് രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ഒന്നാം ഘട്ട പരിശീലനം മാർച്ച് 24 മുതൽ 28 വരെ നടക്കും. ഗ്രൂപ്പ് പരിശീലനം മാർച്ച് 31-ന് നിശ്ചയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ തടയാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ മണ്ഡലത്തിലും 9 വീതം ആകെ 144 ഫ്ലൈയിംഗ് സ്ക്വാഡുകളും 144 സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. 32 ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളും ജില്ലയിലുണ്ട്. ഇതുകൂടാതെ 6 പൊതു നിരീക്ഷകരും 4 ചെലവ് നിരീക്ഷകരും 1 പോലീസ് നിരീക്ഷകനും ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സുരക്ഷയ്ക്കായി BSFന്റെ 2 കമ്പനികൾ നിലവിൽ ജില്ലയിലുണ്ട്. 7 കമ്പനികൾ കൂടി ഉടൻ എത്തും. 4,603 വീതം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും വോട്ടെടുപ്പിനായി സജ്ജമാണ്. ഇവയുടെ പ്രാഥമിക പരിശോധന പൂർത്തിയായി. 4,971 VVPATകളും തയ്യാറാക്കിയിട്ടുണ്ട്. 13 ഇടങ്ങളിലായി 16 വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും 7 ഇടങ്ങളിലായി 16 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ ലഭിച്ചത് 216 നാമനിർദ്ദേശ പത്രികകളാണ്. ഇതിൽ 137 സാധുവാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അസംബ്ലി ഇലക്ഷൻ 2026 സംബന്ധിച്ച് മലപ്പുറം ജില്ലയിൽ എല്ലാ പ്രിപ്പറേഷൻസ് ഇപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ നമ്മുടെ സ്ക്രൂട്ടിനിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ 216 നോമിനേഷൻസ് ആണ് റിസീവ് ചെയ്തത്. അപ്പോൾ വാലിഡ് നോമിനേഷൻസ് 137 ആണ്. അതെല്ലാം പ്രോപ്പറായിട്ട് കഴിഞ്ഞു. നമ്മുടെ ഇതിൻ്റെ പകരം നമ്മുടെ പോളിംഗ് ബൂത്തിൻ്റെ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ എണ്ണം 3682 ആയിരുന്നു. അതിൻ്റെ പകരം 7 ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻസും കൂടി അതിൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടിയതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വഴി. സോ ടോട്ടൽ നമ്പർ ഓഫ് പോളിംഗ് ബൂത്ത്സ് നമ്മുടെ ജില്ലയിൽ 3687 ആണ്. നമ്മുടെ ഈ പോളിംഗ് ബൂത്തിൻ്റെ വൾനറബിലിറ്റി മാപ്പിംഗ് ഒരു എക്സസൈസ് ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി കംപ്ലീറ്റ് കഴിച്ചു. അത് 15 ലൊക്കേഷൻസ് ആണ് നമ്മുടെ വൾനറബിൾ ഏരിയാസ്. 43 പോളിംഗ് ബൂത്ത് നമുക്ക് ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്ത് ആ രീതിയിൽ സ്ഥാപിച്ചു. അതിൽ നമുക്ക് എക്സ്ട്രാ സെക്യൂരിറ്റി ഡിപ്ലോയ്മെൻറ്റും നമ്മുടെ CAPFൻ്റെ ജവാനൊക്കെ ഇവിടെ നമുക്ക് സ്റ്റേഷൻ ചെയ്യാം. EVM സംബന്ധിച്ച് നമ്മുടെ ഓൾറെഡി ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞു. കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിനിങ് സംബന്ധിച്ച് എല്ലാ മണ്ഡലത്തിൽ 15 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഓൾറെഡി കൊടുത്തു. ഇപ്പോൾ ഇന്നലെ മുതൽ എല്ലാ മണ്ഡലത്തിൽ നമ്മുടെ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയത്. പോളിംഗ് പാർട്ടിൻ്റെ ഫസ്റ്റ് റാൻഡമൈസേഷൻ നമുക്ക് ഓൾറെഡി കഴിഞ്ഞു. കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അതിൻ്റെ ട്രെയിനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഈ തവണ നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ഡയറക്ഷനുണ്ട്. ട്രെയിനിങ് സമയത്ത് ഒരു സെപ്പറേറ്റ് ഹാൾ വെച്ചിട്ട് അവിടെ മോക്ക് പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. 100 പോൾ വെച്ചിട്ട് ഒരു മോക്ക് പോൾ സർട്ടിഫിക്കറ്റും നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്യേണ്ടി വരും. സോ ആ രീതിയിൽ ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ കാര്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ 11 ഒബ്സർവേഴ്സ് ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. 6 ജനറൽ ഒബ്സർവേഴ്സ്, പിന്നെ 4 എക്സ്പെൻഡിച്ചർ ഒബ്സർവർ, ഒറ്റ പോലീസ് ഒബ്സർവറാണ് ഇവിടെ വന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സംബന്ധിച്ച് എല്ലാ കമ്മ്യൂണിക്കേഷൻസും അതിൻ്റെ ഫോൺ നമ്പേഴ്സൊക്കെ ഓൾറെഡി നമുക്ക് മീഡിയയിൽ വൈഡ് പബ്ലിസിറ്റി കൊടുത്തു. നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി കാൻഡിഡേറ്റ്സും ആൾക്കാരും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദേ ക്യാൻ ഡയറക്ട്ലി കോൾ ആൻഡ് റീച്ച് ഓൾ ദിസ് ഒബ്സർവേഴ്സ് ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിലെ ടൂറൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് already they are rounding the district. Micro observers നമുക്ക് നിയമിച്ചു.
N4 ന്യൂസ് മലപ്പുറം, N4 ന്യൂസ് നിലമ്പൂർ. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.